ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നു മുതൽ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി സിലബസ് ബേസ്ഡ് ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി. അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെയ് 10, 2023 മെയ് 10 നടന്ന തൃശ്ശൂർ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പത്രികയുമായി ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിന്ദി की पहली बाल पत्रिका कौन सी है? ഹിന്ദിയിലെ ആദ്യത്തെ ബാൽ പത്രിക ഏതാണെന്ന് ചോദിച്ചാൽ ബാൽ ദർപ്പൺ ആണ്. ഹിന്ദി की पहली बाल पत्रिका बाल दर्पण. सेकंड क्वेश्चन, युगल किशोर शुक्ल किस पत्रिका के संपादक थे? യുഗൽ കിഷോർ ശുക്ല ഏത് പത്രികയുടെ സമ്പാദകനായിരുന്നു, എഡിറ്റർ ആയിരുന്നു? ഉദ്ദന്ത മാർത്തണ്ഡിന്റെ എഡിറ്റർ ആയിരുന്നു യുഗൽ കിഷോർ ശുക്ല. नेक्स्ट, भारत से प्रकाशित होने वाला अंग्रेजी का पहला समाचार पत्र कौन सा है? ഭാരതത്തിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ഇംഗ്ലീഷിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബംഗാൾ ഗസറ്റ് ആണ്. ബംഗാൾ ഗസറ്റ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ആ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ പത്രികയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇനി നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പറയാം. നെക്സ്റ്റ് എക്സാംസിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പത്രികയുമായി ബന്ധപ്പെട്ട മെയിൻ പോയിൻറ്റ്സ്. ഇപ്പോൾ പത്രിക നോക്കുമ്പോൾ നമ്മൾ പത്രിക, അതിൻ്റെ ഇയർ, സ്റ്റാർട്ടിങ് ഇയർ, അത് സാപ്താഹികാണോ മാസികാണോ ദൈനികാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ, വാർഷികമാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്ലേസ്, അത് പബ്ലിഷ് ചെയ്യുന്ന പ്ലേസ്, സമ്പാദക് അതായത് എഡിറ്റർ, ഇത്രയുമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ, ബംഗദൂത്. ബംഗദൂതിൻ്റെ ഇയർ 1823. 1823 ബംഗദൂത്. സാപ്താഹികായിരുന്നു, കൽക്കത്തയിൽ നിന്നാണ്. സമ്പാദക് രാജാറാം മോഹൻ റോയ്. ബംഗദൂത് 1823, സാപ്താഹിക് കൽക്കത്ത, സമ്പാദക് രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ്, ബനാറസ് അഖ്ബാർ 1849, കാശിയാണ് അതിൻ്റെ പ്ലേസ്. സമ്പാദക് രാജാ ശിവപ്രസാദ് സിതാരെ ഹിന്ദ്. ബനാറസ് അഖ്ബാർ 1849, കാശി, സമ്പാദക് രാജാ ശിവപ്രസാദ് സിതാരെ ഹിന്ദ്. തേർഡ് വൺ, കവിവചൻ സുധ. കവിവചൻ സുധ 15 August 1867, മാസികാണ്. സമ്പാദക് ഭാരതേന്ദു, കാശിയിൽ നിന്ന്. കവിവചൻ സുധ 15 ആഗസ്റ്റ് 15, 1867. ഡേറ്റ് ഉൾപ്പെടെയാണ് പഠിക്കേണ്ടത്. ആഗസ്റ്റ് 15 ആകുമ്പോൾ സ്വാതന്ത്ര്യദിനമല്ലേ, നമുക്ക് ഓർത്ത് വയ്ക്കാമല്ലോ. ആഗസ്റ്റ് 15, 1867, മാസികായിരുന്നു. കാശിയിൽ നിന്നാണ്. സമ്പാദക് ഭാരതേന്ദു. ഹിന്ദി പ്രദീപ് 1877. ഞാൻ ആ ഇയറിൻ്റെ ഓർഡറിലാണ് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം വരും. അപ്പോൾ ആദ്യം ബംഗദൂത് 1823, പിന്നീട് 1849 ബനാറസ് അഖ്ബാർ, 1867 കവിവചൻ സുധ. ഹിന്ദി പ്രദീപ് 1877, മാസികാണ്. ഇലഹാബാദിൽ നിന്ന്. സമ്പാദക് ബാലകൃഷ്ണ ഭട്ട്. ഹിന്ദി പ്രദീപ് ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതെല്ലാം, ഈ ആദ്യം പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരുപാട് എക്സാംസിന് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ബ്രാഹ്മൺ 1880, മാസികാണ്. കാൺപൂരിൽ നിന്ന്. സമ്പാദക് പ്രതാപ് നാരായൺ മിശ്ര. ബ്രാഹ്മൺ പത്രിക 1880 ആണ്, മാസികാണ്. കാൺപൂരിൽ നിന്നാണ്. സമ്പാദക് പ്രതാപ് നാരായൺ മിശ്ര ആണ്. തൊട്ടടുത്ത വർഷം 1881 ആനന്ദ് കാദംബിനി. ആനന്ദ് കാദംബിനി പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, കാദംബിനിയും ഉണ്ട് ആനന്ദ് കാദംബിനിയും ഉണ്ട്, രണ്ടും 2 പേരാണ്. കാദംബിനി ഇനി അങ്ങോട്ട് വരും. അപ്പോൾ ആനന്ദ് കാദംബിനി 1881, മാസിക് മിർജാപൂർ, സമ്പാദക് ബദരി നാരായൺ ചൗധരി പ്രേംകർ. നെക്സ്റ്റ് സെവൻത് വൺ, ഭാരതേന്ദു എന്ന പേരിൽ തന്നെ പത്രികയുണ്ട്. അത് 1883 വൃന്ദാവനിൽ നിന്നാണ്. സമ്പാദക് രാധാചരൺ ഗോസ്വാമിയാണ്. നെക്സ്റ്റ് എയ്ത്ത് വൺ, നഗരി പ്രചാരണി പത്രിക 1836 ത്രൈമാസികാണ്. കാശിയിൽ നിന്നാണ്. സമ്പാദക് ശ്യാം സുന്ദർ ദാസ്, രാംനാരായൺ മിശ്ര, ശിവകുമാർ സിംഗ്, 3 പേരാണ്.